ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്തു. ഒരിക്കൽ കൂടി തിരുവചനമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് ദുബായിൽ നിന്നും ജോൺ ജോയി മാത്യു ബ്രദറാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് ഒക്ടോബർ 25 തൻ്റെ ബർത്ത്ഡേ ആണ്. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് തൻ്റെ ബർത്ത്ഡേ വിശ്വസുകൾ ആശംസിക്കാം. ഹാപ്പി ബർത്ത്ഡേ ജോൺ ബ്രദർ. കർത്താവ് എല്ലാ നിലയിലും മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ഒരു വർഷമായി തീരട്ടെ. കർത്താവ് മറുപടി പറഞ്ഞു. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറയാൻ പറ്റുന്ന ഒരു വർഷമായി ഇത് തീർന്നതിനായി സ്തോത്രം. എൻ്റെ ദൈവം തൻ്റെ തല ഉയർത്താൻ പോകുന്നു. സങ്കീർത്തനം 3-ാം 3-ാമത്തെ വാക്യം, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വം എൻ്റെ തല ഉയർത്തുന്നവനാകുന്നു എന്നുള്ളത് ഈ വചനം ഈ മകളുടെ മേളിൽ വെളിപ്പെട്ട് വരേണ്ടതിനായി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവ് മറുപടി പറയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതേപോലെ തന്നെ തൻ്റെ മാതാവിനെയും പിതാവിനെയും കൂടെ നമുക്ക് ഏൽപ്പിക്കാം. ആയുസ്സും ആരോഗ്യവും കൊടുത്ത് വീണ്ടും അവരെ മുമ്പോട്ട് നടത്തേണ്ടതിനായി കണ്ണുകളും നടക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, തൻ്റെ ഈ ബർത്ത്ഡേ ദിവസം ഞങ്ങളെ അനുഗ്രഹിച്ച് ജോലി സ്ഥലത്ത് ഉയർച്ചയ്ക്കായി കുടുംബപരമായി നാളുകളായി ഭാരപ്പെടുത്തുന്ന വിഷയത്തിനകത്ത് ജയം എൻ്റെ ദൈവം ജയിപ്പിക്കുന്ന ദൈവമാക്കിയാൽ നന്ദി. ദൈവത്തിൻ്റെ വിടുതലായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ മാനിക്കണേ, കർത്താവെ വിടുവിക്കണമേ, അത്ഭുത പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ. അതേ നിലയിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തൻ്റെ ജോലി സ്ഥലത്ത് നിൽക്കുന്ന എതിരുകൾ മാറിയതിനായി സ്തോത്രം. കർത്താവെ തൻ്റെ കുടുംബ വിഷയത്തിനകത്തും നീക്കുപോക്കുകൾ വന്നതിനായി സ്തോത്രം. ശത്രുവിന് ജയമില്ല. ദൈവം നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നവനും ദൈവം കുറ്റമുള്ളവനെ വെറുതെ വിടാതെ വിധിക്കുകയും ചെയ്യുന്നവനാകിയാൽ കർത്താവെ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ ഒരു നീതി, ഒരു ദൈവപ്രവൃത്തി തൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വിടുതലായി അത്ഭുതമായി കഴിഞ്ഞു. കർത്താവ് അത് ചെയ്തതിനായി സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ്റെ തിരക്തത്തിലും തിരുനാമത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ബർത്ത്ഡേയിൽ ഞങ്ങളുടെ മകന് പൂർണ്ണ ജയം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിൻ്റെ നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല പ്രിയരെ, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരാൻ എന്നെ സഹായിക്കുന്നത്. ആ തലത്തിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. ഏത് പാറയും തകർക്കുന്ന ചുറ്റികലാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ പൊട്ടാത്ത ബന്ധനങ്ങൾ ഈ വചനത്തിൻ്റെ കേൾവിയിൽ ഇന്ന് പൊട്ടിമാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു ദൈവത്തിൻ്റെ വചനത്തിന് ബന്ധനമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, ഈ ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ ഇന്ന് അസാധ്യതകളെ സാധ്യമാക്കാൻ പ്രാർത്ഥിക്കുന്ന, ദൈവവചനത്തെ സ്വീകരിക്കുന്ന, ദൈവവചനത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ ഇതളിനോട് എനിക്ക് പറയാനുണ്ട്. നിന്റെ ജീവിതത്തിനകത്ത് അർഹിക്കാൻ കഴിയാത്ത സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അർഹിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളിലേക്ക് നിനക്ക് കടക്കുവാൻ കഴിയും. കാരണം പ്രാർത്ഥിക്കുന്ന സഭയോട് ചോദിച്ചാൽ മനുഷ്യന് ചെല്ലാൻ കഴിയാത്ത കാരാഗ്രഹത്തിനകത്തേക്ക് ഇതാ ദൈവദൂതന്മാർ ചെല്ലുകയാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇതാ പത്രോസിനെ കാരാഗ്രഹത്തിൽ ദൂതൻ ഇറങ്ങി ഇതാ പുറത്തു കൊണ്ടുവരികയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, പ്രാർത്ഥിക്കുന്ന ദൈവത്തെ ശക്തിയോട് ആരാധിക്കുന്ന ചിലരോട് എനിക്ക് പറയാനുണ്ട്, നിങ്ങളെ ബന്ധിക്കുവാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആത്മാവിൽ ജയം പ്രാപിച്ചവരായി ഈ ദൈവവചനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ചിലരോട് വിളിച്ചു പറയുകയാണ്, ദൈവവചനത്തെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടെ, വളരെ ഏകാഗ്രഹൃദയത്തോടെ അതിനെ കൈക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുമെങ്കിൽ ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി വെളിപ്പെട്ടു വരും. സകല ജാതികൾക്കും മീതെ ദൈവം നിന്നെ ഉന്നതമാക്കുമെന്നാണ് ഈ ദൈവവചനത്തിനെ ശ്രദ്ധയോടെ സ്വീകരിക്കുന്ന ഒരു ദൈവ ഇതിനോടുള്ള ദൈവത്തിൻ്റെ പ്രോമിസ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് പറയാൻ കഴിയും, നിന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നു, ഈ വചനം കേൾക്കുകയും ഇത് വായിക്കുകയും ഇത് പ്രമാണിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ ഈ വചന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പത്രോസിൻ്റെ പടക് യേശുവിന് വിട്ടുകൊടുത്തുകൊണ്ട് അവനത് ആ പടകിനകത്ത് ഇരിക്കുമ്പോൾ അനേകർ വന്ന് ആ വചനത്തിനകത്ത് തൃപ്തിയായി സൗഖ്യമായി പോവുകയാണ്. എന്നാൽ ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ പത്രോസിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് യേശു കർത്താവ് പറയുകയാണ്, ആഴത്തിൽ നീക്കി വലയിറക്കുക. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചന ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടായിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവം കടക്കാരനല്ലെന്നുള്ളത് അടുത്ത ഏതോ മണിക്കൂറിൽ നീ തിരിച്ചറിയും. അടുത്ത ദിവസങ്ങൾ നിൻ്റെ ജീവിതത്തിനകത്ത് തടഞ്ഞത് ചിലത് ദൈവം തുറക്കാൻ പോകുന്നു എന്നാണ് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ വചന
വചന ശബ്ദത്തിനകത്ത് നിനക്ക് വഴിയുണ്ട്. 119 സങ്കീർത്തനം 105 വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഈ വചന ശബ്ദം നിന്റെ ജീവിതത്തിനകത്ത് ടോർച്ചടിക്കുന്നത് പോലെ നീ അടുത്തത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാറാണ് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ വചന ശബ്ദം നിന്റെ ജീവിതത്തിനകത്ത് പാത തുറക്കാൻ പോവുകയാണ്, വാതിൽ തുറക്കാൻ പോവുകയാണ്. ഞാൻ ആത്മാവിനെ ഇങ്ങനൊരു പദം വിളിച്ചു പറയുകയാണ്, നാളുകൾ മുട്ടിക്കൊണ്ടിരിക്കുന്ന എവിടെയോ ലജ്ജ കൂടാതെ മുട്ടുന്നവന് വേണ്ടി ഇന്ന് ഈ വചന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഒരു അത്ഭുത വാതിൽ ദൈവം തുറക്കാൻ പോവുകയാണ്. ദൈവം തുറക്കുന്ന വാതിൻ്റെ പ്രത്യേകത അത് മനുഷ്യൻ അടയ്ക്കാൻ പറ്റത്തില്ല. കാരണം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാം. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനത്തെ കാത്തു, എൻ്റെ നാമത്തെ നിഷേധിച്ചതുമില്ല. എന്നെ കേൾക്കുന്നവരെ, ദൈവവചനത്തിന് സ്ഥാനം കൊടുക്കുന്ന, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്ന നിന്റെ മുമ്പിൽ ദൈവത്തിന് പറയാനുണ്ട്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ ഇതാ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെക്കുകയാണ്, അതാർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ ഈ ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ, ദൈവവചനം ഇടവിടാതെ ധ്യാനിക്കുന്നവരാണെങ്കിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവിന് പറയാനുണ്ട്, നിങ്ങളുടെ വാതിൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മുമ്പിൽ ദൈവമാണ് വാതിൽ തുറക്കുന്നത്. ദൈവം തുറന്നതിനെ ഈ ഉലകത്തിൽ ഒരു ശക്തിക്കും അടയ്ക്കാൻ പറ്റത്തില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ദൈവിക വാതിലുകൾ കാണാൻ പോവുകയാണ്. അങ്ങനെയൊക്കെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മുട്ടുന്നതിനകത്ത് മടിക്കരുത്, വാതിൽ തുറക്കും. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലനോട് ചോദിച്ചാൽ പറയും, എതിരുകൾ പലതുണ്ട്, എങ്കിലും എനിക്ക് വലുതും സഫലമായൊരു വാതിൽ തുറക്കുന്നു. വിശ്വാസത്തിലൊരു സ്റ്റെപ്പ് വെച്ചോ, നിനക്ക് വേണ്ടി വലുതും സഫലവുമായൊരു വാതിൽ തുറക്കുകയാണ്. ആരോടൊക്കെയോ കർത്താവ് വ്യക്തമായി പറയുന്നു, വചനത്തിന് വേണ്ടി നിന്ന നിന്റെ മുമ്പിൽ ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു വാതിൽ തുറക്കുകയാണ്. എൻ്റെ ദൈവത്തിന് അത് തുറക്കാൻ കഴിയും. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ, വെളിപ്പാട്, ദൈവത്തെക്കുറിച്ചൊരു വെളിപ്പാടുള്ളവരോട് ദൈവത്തിന് പറയാനുണ്ട്, യേശു എൻ്റെ ദൈവമാണ്, യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നതിന് വേണ്ടി ഒരു താക്കോലിൻ്റെ കൈമാറ്റം നടക്കുകയാണ്. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, മറ്റാർക്കും തുറക്കാൻ പറ്റാത്ത ചിലത് നീ വെളിപ്പാടിൽ തുറക്കാൻ പോവുകയാണ്. ആ പട്ടണത്തിനകത്ത് ഇന്നലെ വരെയും ആരും ചെയ്യാത്ത വലിയ കാര്യങ്ങൾ ഇതാ നിന്നിലൂടെ ദൈവം ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി, ഇപ്പോൾ തന്നെ ഇത് ഏറ്റെടുത്തു തുടങ്ങുക. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങട്ടെ. ആത്മാവിൽ ഇത് സ്വീകരിക്കുന്നതിനുണ്ടെങ്കിൽ സ്വീകരിക്കുക. ഇതാ നിന്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും നടക്കാത്തത് ചിലത് ഇപ്പോൾ തുറന്നു വരികയാണ്. എൻ്റെ ദൈവം ജീവിക്കുന്നു എന്ന് മനസ്സിലാകുന്നതിനുണ്ടെങ്കിൽ ചില മിനിറ്റുകളൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവത്തിന് എന്തോ നിന്നിൽ ചെയ്യാനുണ്ട്. ഈ ദൈവശബ്ദത്തിനകത്ത് പ്രതികരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ആത്മാവിൽ ഒന്നുകൂടെ വിളിച്ചു പറയാം, യേശു കർത്താവ് ഇതാ വഴിയിലൂടെ കടന്നു പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി നിലവിളിച്ചു, പ്രതികരിക്കുക. ദൈവം നിനക്ക് വേണ്ടി ഈ സമയത്ത് എന്തോ ചെയ്യുകയാണ്. അറിയാം, എതിരുകൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷേ എതിരിൻ്റെ നടുവിൽ വാ തുറക്കുന്നവന് ദൈവം അത്ഭുതകരമായ വഴികൾ തുറക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മലയെ കണ്ട് നീ ഭാരപ്പെടുകയല്ല, മല മാറുമെന്ന് വിശ്വാസത്തിൽ പറഞ്ഞു തുടങ്ങുക. നാവിൻ്റെ മേളിൽ ഒരു അധികാരമുണ്ട്. ദൈവമക്കളുടെ പ്രത്യേകത തിരിച്ചറിയണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവം സകലതും പറഞ്ഞാണ് സൃഷ്ടിച്ചത്. ആ പറഞ്ഞ് സൃഷ്ടിച്ചതിനകത്ത് നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ നിന്നെയും എന്നെയുമാണ് അധികാരിയാക്കിയിരിക്കുന്നത്, നിന്നെയും എന്നെയുമാണ് ഈ ഭൂമി ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, ഈ വചന സന്ദേശം തീരുന്നതിന് മുമ്പേ ഇന്ന് നിനക്ക് വേണ്ടി ചിലത് നീ പറഞ്ഞു വെളിപ്പെടുത്താൻ പോകുകയാണ്. മുമ്പിൽ നിൽക്കുന്ന മലയോട് പറയാൻ പറഞ്ഞു, അത് നീങ്ങി കടലിൽ പോയി ചാടുക എന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. ആ കടലിൻ്റെ നടുവിൽ നിനക്ക് അത്ഭുതമായ പാലം പോലെ മല തീരുകയാണ്. നീ എങ്ങനെ അക്കരെ പോകും, എങ്ങനെയാണ് അടുത്ത വാതിൽ തുറക്കുമെന്നൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നിന്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത ചില വാതിലുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിൽ നിന്ന് പ്രതികരിച്ച് നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ വാതിലുകൾ തുറക്കട്ടെ, ദൈവ പ്രവൃത്തികൾ സംഭവിക്കട്ടെ. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ ഹല്ലേലൂയ, ആ വീട്ടിൽ നിങ്ങൾ ഏകനായിട്ടായിരിക്കും ദൈവത്തെ അറിഞ്ഞത്. പക്ഷെ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവവചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നീ വിശ്വസിച്ചാൽ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ദൈവവചനം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ്. ഈ ദൈവവചനം വിശ്വസിക്കുന്നതിന് വേണ്ടി പരക്കാൻ പോവുകയാണ്. ഒന്നാത്മാവിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. ദൈവവചനം നിന്നിലൂടെ പ്രബലപ്പെടാൻ പോവുകയാണ്. ഒന്നാത്മാവിൽ സ്വീകരിച്ച് പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ ദൈവവചനം ഇടപെടാതെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവവചനം പരന്നു എന്നും അവിടെ പ്രബലപ്പെട്ടു എന്നാണ് കാണുന്നത്. തെസ്സലോനിക്ക ലേഖനം 2:13 ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ഇടപെടാതെ ദൈവത്തെ സ്തുതിക്കുന്നു, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവവചനത്തെ സ്വീകരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന് പറയാനുണ്ട്, അത് നിന്നിൽ വ്യാപരിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഒരുപക്ഷെ നിങ്ങൾ രോഗത്തിൻ്റെ അനുഭവത്തിലായിരിക്കാം, വിഷമത്തിലായിരിക്കാം എന്നെ ശ്രദ്ധിക്കുന്നത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങളിപ്പോൾ ഈ ദൈവവചനത്തെ സ്വീകരിക്കുന്ന വലിപ്പത്തിനകത്ത് ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാണിപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. അവർക്ക് വേണ്ടി
ഒരു അസാധാരണ വാതിൽ ഇപ്പോൾ തുറന്നു വരാൻ പോവുകയാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഏറ്റെടുക്ക്, ദൈവത്തിൻ്റെ വചനം ദൈവമാണ്. ഹല്ലേലൂയ. ആ തലത്തിലൊന്ന് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇതാ നിന്നിൽ ഈ വചനം വ്യാപരിക്കാൻ പോവുകയാണ്. ഈ വചനം നിന്നിൽ സൗഖ്യമായി, ഒരു എഴുന്നേൽപ്പായി, അത്ഭുതമായി ഇപ്പോൾ അത് ചലിക്കാൻ പോവുകയാണ്. ഒന്ന് വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ച് ഇപ്പോൾ തന്നെ ഈ ദൈവവചനത്തിന്റെ ശക്തി നിന്റെ മേലിൽ വ്യാപരിക്കാൻ തുടങ്ങട്ടെ. വിശ്വസിക്കുന്ന നിങ്ങളിൽ ഈ വചനം വ്യാപരിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇപ്പോൾ എന്നെ കാണുന്ന ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർ ദൈവവചനത്തിന്റെ ശക്തിയെ തിരിച്ചറിയട്ടെ. ഞാൻ ആത്മാവിൽ 34-ാം സങ്കീർത്തനം വ്യക്തമായി വിളിച്ചു പറഞ്ഞു, യഹോവ നല്ലവനെന്ന് നിങ്ങൾ രുചിച്ചറിയുവൻ. ഈ വചന കേൾവിക്കകത്ത് നിൽക്കുന്നവരോട് എനിക്ക് പറയാനുണ്ട്, നീ ഇപ്പോൾ ചിലത് രുചിക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് ചിലത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഒന്ന് സ്വീകരിക്കുന്നവർ സ്വീകരിച്ച് ഇപ്പോൾ തന്നെ ദൈവവചനത്തിന്റെ ശക്തി നിങ്ങളുടെ മേലിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. വചനത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ചിലവർ ഇപ്പോൾ ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, ഭൂമി പാഴും ശൂന്യവും ആഴത്തിനും ഇത് ഇരുളുമായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം തീർന്ന നിലയിലാണ് ഭൂമി നിന്നത്. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ നോട്ടത്തിൽ തീർന്നെന്ന് പറയുമ്പോഴും അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മേലിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എൻ്റെ ദൈവം പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ നോട്ടത്തിൽ പാഴും ശൂന്യവും ഇരുളാണെങ്കിലും ദൈവത്തിൻ്റെ ആവശ്യത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളല്ല നിങ്ങൾ നോക്കേണ്ടത്, ഈ ദൈവവചനത്തിൻ്റെ ശക്തിയെ നിങ്ങൾ വിളിച്ചു പറയാൻ തയ്യാറാകുക. ഇപ്പോൾ തന്നെ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് വേണ്ടി പാതകളെ തുറക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്ന, സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. അങ്ങനെ വില കൊടുത്തുകൊണ്ട് ഞാൻ ആത്മാവിൽ ഒരു പദം വിളിച്ചു പറയട്ടെ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ബൈബിൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ, പ്രവാചകന്മാർ, ദൈവത്തിന് വേണ്ടി വില കൊടുത്തിറങ്ങിയ ഒരാൾ പോലും രചിച്ചു പോയിട്ടില്ല. അബ്രഹാമിനെ നിങ്ങൾ നോക്കിയേ, അബ്രഹാം സകലതും വിട്ടിട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങിയ ആളാണ്. അബ്രഹാമിനെ ഉൽപ്പത്തി കൊണ്ട് ദൈവം നിർത്തിയില്ല കേട്ടോ. ഹല്ലേലൂയ. പുതിയ നിയമത്തിലും അബ്രഹാമിനെ കൊണ്ടാണ് ദൈവം തുടങ്ങുന്നത്. ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോ, പുതിയ നിയമത്തിൽ ലേഖനങ്ങളിൽ അബ്രഹാമിന്റെ പേര് വെളിപ്പെടുകയാണ്. എന്നാൽ ഒന്നുകൂടെ നിങ്ങൾക്ക് വ്യക്തമാകേണ്ടതിന്, വില കൊടുത്ത അബ്രഹാമിനെ സകലതും വിട്ട് തനിക്കുള്ളതെല്ലാം വിട്ടിട്ട് ദൈവത്തിന്റെ ശബ്ദത്തിൽ ഇറങ്ങി തിരിച്ച് അബ്രഹാമിനെ ദൈവം മാനിച്ചത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, പുതിയ നിയമത്തിൽ അബ്രഹാമിനെ നമ്മളൊന്ന് വിളിച്ചു നിർത്തുകയാണ്. അബ്രഹാമെ, ഈ പുതിയ നിയമം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാൻ പറഞ്ഞാൽ അബ്രഹാം ഒന്നുകൂടെ ഒന്ന് കണ്ണു തുറന്നിട്ട് പറയും, എന്നെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. നിങ്ങൾ വ്യക്തമായി ശ്രദ്ധിക്കാമെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷം തുടങ്ങുന്ന 1-2 വാക്യങ്ങൾ അബ്രഹാമിനെ തുടങ്ങിയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വെച്ച, ദൈവത്തിന് വേണ്ടി വില കൊടുത്ത ഒരാളെ പോലും ദൈവം കൈവിടത്തില്ല കേട്ടോ. നിങ്ങൾ ആ വീട്ടിനകത്ത്, ആ സമൂഹത്തിൽ, അല്ലെങ്കിൽ ആ കുടുംബക്കാരുടെ നടുവിൽ യേശുവിന് വേണ്ടി ഇറങ്ങിയത് ഇന്ന് ലജ്ജിച്ചു പോകുന്ന ഒരു അനുഭവത്തിലേക്കല്ല കേട്ടോ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരാളും ലജ്ജിച്ചു പോകത്തില്ല. അവരുടെ മുഖമോ പ്രകാശിതരായി എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ തന്നെ 25-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം പറയുന്നു, അവനെ കാത്തിരുന്ന് ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ആ നിലയിൽ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, അവനിൽ വിശ്വസിച്ച ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. ആത്മാവിൽ അങ്ങനെ ഒന്നും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് പറ, ഞങ്ങൾ ലജ്ജിക്കത്തില്ല. കാരണം വില കൊടുത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവ പൈതലിനോട് ദൈവത്തിന് പറയാനുണ്ട്, ഉയർച്ച ഏതോ മിനിറ്റിൽ നിന്റെ മേളിൽ വരാൻ പോകുകയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കും. നിനക്ക് വേണ്ടി വില കൊടുത്ത് ഇറങ്ങിയ റൂത്തിനെ ദൈവം മാനിച്ചെങ്കിൽ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം സംഭവിക്കും. ആ വീട്ടിൽ 2 മരുമക്കളായിരുന്നു ഉള്ളത്. ഒന്ന് ഓർപ്പയാണ്. ഓർപ്പ തൻ്റെ ദേവന്മാരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോയി. പക്ഷേ റൂത്ത് നവോമിയോട് പറഞ്ഞ പദം, നിന്റെ ദൈവം എൻ്റെ ദൈവമാണ്, നിന്റെ ജനം എൻ്റെ ജനമാണ്. വില കൊടുത്തവനെ മാനിച്ച ഒരു ദൈവത്തെ ഈ പറയുന്നത്. ഒന്നുകൂടെ നോക്കേ, പിറക്കാൻ ഇറങ്ങിത്തിരിച്ച, അല്ലെങ്കിൽ ഹല്ലേലൂയ, ഒരു യാചകന്റെ രൂപത്തിൽ ഇറങ്ങിത്തിരിച്ച റൂത്തിന്റെ മേളിൽ ആ വയലിന്റെ അധികാരിയാക്കാൻ, ആ പട്ടണത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാക്കി തീർക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്.
എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം, ഒരു മോവാബിയ സ്ത്രീയെ യേശുവിൻ്റെ വംശാവലിയിൽ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് നിങ്ങൾ ഇറങ്ങിത്തിരിച്ച ഈ മാർഗത്തിനകത്ത് നിങ്ങൾ വില കൊടുക്കാൻ തയ്യാറാകണം. അവന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്ത് ഒരാളും ദൈവത്തിന് മുമ്പിൽ കടക്കാരനാകത്തില്ലെന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പറ. ഒരു പാപിനിയായ സ്ത്രീയെ നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ പറ്റും. ഹല്ലേലൂയ. അവളുടെ കയ്യിലുള്ള വിലയുള്ള തൈലം യേശുവിൻ്റെ പാദത്തിൽ ഉടച്ചു എന്നുള്ളതാണ്. ആ ഉടച്ചത് ആ വീട്ടിൽ നിറഞ്ഞു, അല്ലെങ്കിൽ അത് പരന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വിലയുള്ളത് ചിലത് കർത്താവിൻ്റെ പാദപീഠത്തിൽ വെച്ചാൽ അത് ആ വീട്ടിനകത്ത്, ആ പട്ടണത്തിനകത്ത് പരക്കും, അല്ലെങ്കിൽ അത് നിറയും. അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ വില കൊടുത്തവനെ ഉയർത്തിയ ഒരു ദൈവത്തെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. വചനത്തിന് വേണ്ടി നിന്ന, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നോക്കാതെ ദൈവത്തിന് വേണ്ടി നിന്ന നിന്നോട് ദൈവത്തിന് പറയാനുണ്ട്, നീ ഒരു അത്ഭുതം കാണാൻ പോവുകയാണ്. ഈ ദിവസത്തെ ഈ എപ്പിസോഡ് ശ്രദ്ധിക്കുമ്പോൾ തീരുമാനത്തോടെ പറയണം, കർത്താവെ, അങ്ങേക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളാണ് ഞാൻ. അല്ലെങ്കിൽ ജീവിതത്തിനകത്ത് എവിടേക്കോ സാധ്യതകളില്ലാതെ നിരാശപ്പെട്ട എൻ്റെ ജീവിതത്തിനകത്ത് നിന്നൊന്ന് സ്പർശിക്കണമേ അപ്പ. എൻ്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം അങ്ങ് ചെയ്യണമേ. ആ നിലയിൽ എന്നെ കേൾക്കുന്നവരെ, ഞാൻ നിങ്ങളോട് നടന്ന സംഭവം പറയാൻ പോവുകയാണ്. നമുക്ക് പെന്തിക്കോസ് മേഖലകളിൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒന്നാണ് പിടിയരി. ഹല്ലേലൂയ. ഇപ്പോഴങ്ങനെ അത് പെന്തിക്കോസ് മേഖലയിൽ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ചർച്ചുകളിൽ അതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ചില വർഷങ്ങൾക്ക് മുമ്പ് പിടിയരി കൊണ്ടാണ് ദൈവദാസൻ്റെ കുടുംബവും ജീവിച്ചുകൊണ്ടിരുന്നത്. എനിക്കങ്ങനെ വളർന്ന ഒത്തിരി പേരെ അറിയാം, അങ്ങനെ വളർന്ന ഒത്തിരി പേർ ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത് അറിയാം. പക്ഷേ അതൊരു സീസണാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ജീവിക്കുന്നവരെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്നാൽ ഈ പിടിയരിയുടെ ചരിത്രം എങ്ങനെയാണ് ഇത് ഉണ്ടായെന്നുള്ളത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ പോവുകയാണ്. വില കൊടുത്തൊരു മുത്തയ്യായും അതേപോലെ തായിരമ്മയുടെയും കുടുംബജീവിതമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കാൻ പോകുന്നത്. 1879 തമിഴ്നാട്ടിൽ സത്തംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കുടുംബം, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നതിന് മുമ്പ് ആരാധനയ്ക്ക് കടന്നു പോകുന്ന സഭയുടെ പേര് CM എന്നാണ്. CM ചർച്ചിൽ അവർ ആ അന്നത്തെ ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ സ്പെഷ്യൽ ഗസ്റ്റുമാരുണ്ടായിരുന്നു. അവിടുത്തെ ദൈവാസൻ വന്ന ഗസ്റ്റുമാർക്ക് മൈക്ക് കൈമാറി. പറഞ്ഞു തുടങ്ങിയപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി അവിടുത്തെ ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യുവാനായിട്ട് വന്നിരിക്കുന്ന ഒരു കൂട്ടം ദൈവദാസന്മാരാണ്, വില കൊടുത്ത് വന്നേക്കുന്നവരാണ്. അവർ ആ സഭയിൽ അനൗൺസ് ചെയ്യുകയാണ്, ഈ പട്ടണത്തിൽ ഇനിയും അനേക കരങ്ങളിൽ ബൈബിൾ എത്താനുണ്ട്, ഞങ്ങൾ ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്നവരാണ്, ഇനിയും ഒത്തിരി സാമ്പത്തികത്തിൻ്റെ ആവശ്യമുണ്ട്. എന്നെ കേൾക്കുന്നവരെ, സുവിശേഷത്തിന് വേണ്ടി ഒന്ന് ചുമല് കൊടുക്കാൻ, സുവിശേഷത്തിന് വേണ്ടി ഒരു താങ്ങാകാൻ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ കൂട്ടായ്മയിൽ ആ ദൈവദാസന് നിങ്ങളൊരു താങ്ങാണെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തുമെന്നുള്ളത് നിശ്ചയമാണ്. ഇതാ ഈ ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്നവർ ചില മിനിറ്റുകൾ, ചില സമയമെടുത്തുകൊണ്ട് അവിടെ നിന്ന് ജനത്തിൻ്റെ മേളിലേക്ക് ഒരു ആഹ്വാനം വെളിപ്പെടുത്തി, അടുത്ത വർഷം, ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ മടങ്ങി വരും, നിങ്ങൾക്കുള്ളത് സുവിശേഷത്തിന് വേണ്ടി കൊടുക്കണം, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമാണ്, ആയതിനാൽ നിങ്ങളുടെ കൃഷി സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് സ്വരൂപിക്കാൻ പറ്റുന്ന എന്തൊക്കെയാണോ അത് കൊണ്ടുവരിക, അടുത്ത വർഷം ഇതേ സമയത്തുള്ള ആരാധനകൾ വന്ന് അത് കളക്ട് ചെയ്യും. അത് കളക്ട് ചെയ്തിട്ട് പട്ടണത്തിൻ്റെ നടുവിൽ കൊണ്ടുപോയി ലേലം വിളിച്ചത് വിറ്റഴിച്ചതിന് ശേഷം ഹല്ലേലൂയ ആ കിട്ടുന്ന പൈസ കൊണ്ട് ഞങ്ങൾ ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു. വലിയൊരു ആഹ്വാനം ഇതാ ദൈവദാസന്മാർ ആ ജനത്തിൻ്റെ നടുവിൽ വെളിപ്പെടുത്തുകയാണ്. ജനത്തിൻ്റെ നടുവിൽ അവർ ആവേശത്തെ പകർന്നു. പലവരും തീരുമാനമെടുത്ത് മടങ്ങിപ്പോകുന്നതിൽ ഒരു കുടുംബമാണ് മുത്തയ്യയും തായിരമ്മയും. അവർ അടങ്ങുന്ന കുടുംബത്തിന്റെ പശ്ചാത്തലം അവർക്ക് 3 മക്കളാണുള്ളത്. അവരിതാ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ആ ദിവസം കഴിഞ്ഞ ശേഷം ഇവർ പകൽ മുഴുവൻ കൃഷി സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. ഹല്ലേലൂയ. അവർ വയലിൽ പണിയെടുക്കുന്നവരാണ്. അങ്ങനെ ജീവിക്കുന്ന അവരുടെ ജീവിതത്തിനകത്ത് ഒരു നേരമാണ് അവർ ആഹാരം കഴിക്കുന്നത്. കാരണം അവർക്ക് സാമ്പത്തികമില്ലാത്തൊരു കുടുംബമാണ്. അങ്ങനെ അവർ അടുത്ത ദിവസം ആഹാരം ഉണ്ടാക്കാൻ ഇതാ തായിരമ്മ അടുക്കളയിൽ കയറുകയാണ്. അവര് അന്നത്തേക്കുള്ള കഞ്ഞിക്കും അന്നത്തേക്കുള്ള ആഹാരത്തിന് വേണ്ടി അരി അളന്നെടുക്കുന്ന സമയത്ത് അവരുടെ ഹൃദയത്തിൽ ഒരു വലിയ ഭാരം തോന്നി. തലേ ദിവസം തൻ്റെ സഭയിൽ കേട്ട ആ പ്രസംഗത്തെ, അല്ലെങ്കിൽ ആ ദൈവദാസന്മാർ പറഞ്ഞ അടുത്ത വർഷം ഇതേ സമയം ഞങ്ങൾ വരും, നിങ്ങൾക്കുള്ളതിലൊരു പങ്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ കണ്ണുനീരോടെ ഒരു തീരുമാനമെടുത്തു. ഹല്ലേലൂയ. താൻ അളന്നെടുത്ത അരിയിൽ നിന്ന് ഒരു പിടി അരി വലിയൊരു ചാക്കിലേക്ക് താൻ പകർന്നു. ഹല്ലേലൂയ. അങ്ങനെ ആ ദിവസം വൈകിട്ട് തൻ്റെ വീട്ടിൽ ആഹാരം വിളമ്പുമ്പോൾ തനിക്കുള്ള ആഹാരം അവിടെ ഇല്ലായിരുന്നു. കാരണം തൻ്റെ ആഹാരമാണ് ഒരു പിടി അരിയായി താൻ ആ ചാക്കിലേക്ക് മാറ്റിവെച്ചത്. എന്നെ കേൾക്കുന്നവരെ, അടുത്ത ദിവസം അതേപോലെ തന്നെ താൻ പട്ടിണിയായി തീർന്നു. എന്നാൽ 3-ാമത്തെ ദിവസം ബുധനാഴ്ച ആയപ്പോൾ ഇളയ കുഞ്ഞ് കുറച്ച് ബാക്കി വെച്ചു, അത് കഴിച്ച്. എന്നാൽ തനിക്കൊന്നും ആയില്ല. അടുത്ത ദിവസം ഒരു കുഞ്ഞ് അല്പം മാറ്റിവെച്ചു. അങ്ങനെ ചില ദിവസങ്ങളിൽ ആ കുഞ്ഞുങ്ങൾ ശേഷിപ്പിക്കുന്നത് എന്തൊക്കെയോ ലഭിക്കും. എന്നാൽ ഒരു വർഷം ഇതാ തനിക്ക് ആവശ്യമുള്ള ആഹാരത്തെ അവർ ഇതാ ആ ചാക്കിൽ ശേഖരിക്കാൻ എന്ന് വെച്ചാൽ ആ ധാന്യത്തെ അവർ ആ ചാക്കിൽ ശേഖരിച്ചു. ഒരു വർഷമാകുന്ന ആ സമയത്ത്
അവർ ആ ചാക്കിലേക്ക് നോക്കിയപ്പോൾ ഏകദേശം 3/4 ഭാഗമോളം അത് നിറഞ്ഞു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇതാ സഭയിൽ അനൗൺസ്മെന്റ് വന്നു. പാസ്റ്റർ പറഞ്ഞത് വ്യക്തമായി അവർ കേട്ടു. അടുത്ത ദിവസത്തെ ആരാധനയിൽ കഴിഞ്ഞ വർഷം വന്ന് നമ്മോട് ആവശ്യങ്ങൾ പറഞ്ഞ ദൈവദാസന്മാർ എന്ന് പറഞ്ഞാൽ ബൈബിൾ ട്രാൻസ്ലേഷന് വേണ്ടിയുള്ള ആവശ്യങ്ങളെ പറഞ്ഞ ദൈവദാസന്മാർ ഇതാ അടുത്ത ആരാധനയിൽ നമ്മുടെ നടുവിലുണ്ട്. നിങ്ങൾക്ക് കഴിയുന്നതൊക്കെ കൊണ്ടുവന്ന് അവരെ ഏൽപ്പിക്കണമെന്ന് ആ ദൈവദാസൻ ഓർപ്പിച്ചപ്പോൾ തായിരമ്മ തീരുമാനമെടുത്തതുപോലെ തന്നെ തായിരമ്മയ്ക്ക് മനസ്സിലായി താൻ കഴിഞ്ഞ നാളുകൾ കഴിക്കാതിരുന്ന അരി ഇതാ 3/4 ചാക്കോളമായി എന്നുള്ളത്. തലേന്ന് രാത്രിയിൽ ഇതാ തൻ്റെ ഭർത്താവിനെ ആ അടുക്കളയിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നിട്ട് ഈ ചാക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതിപ്പോൾ എടുക്കാനുള്ള ആരോഗ്യം എനിക്കില്ല, ഇത് നിങ്ങൾ കെട്ടി സുരക്ഷിതമായി നമുക്ക് നാളെ ചർച്ചിൽ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് ചർച്ചിൽ കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതാ തായിരമ്മ പറയുകയാണ്, 1 വർഷത്തിന് മുമ്പേ വന്ന ദൈവദാസന്മാർ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ ഈ കഴിഞ്ഞ 1 വർഷമായി എൻ്റെ ആഹാരത്തിന് വേണ്ടിയുള്ള അരിയാണ് ഞാനിത് ബാക്കി വെച്ചത്. അപ്പോഴാണ് തായിരമ്മയുടെ ഭർത്താവ് തായിരമ്മയുടെ ശരീരത്തിലേക്ക് താൻ ശ്രദ്ധിക്കുന്നത്. താൻ കരഞ്ഞുപോയി. തൻ്റെ ഭാര്യ എത്രയും തീരുമാനത്തിൽ തൻ്റെ ഈ 1 വർഷത്തെ ആഹാരത്തെ മാറ്റിവെച്ചു എന്ന് കണ്ടപ്പോൾ അവൾക്ക് ഭാരമെടുക്കാൻ ഒന്നും കഴിയാത്ത രീതിയിൽ അവൾ ക്ഷീണിച്ചിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ആ തായിരമ്മയുടെ വിലയാണ് ആ 3/4 ഭാഗം അരിയായി നിൽക്കുന്നത്. അടുത്ത ദിവസം രാവിലെ ആ കുടുംബം ഇതാ ആ അരിയുമായി സഭയിലേക്ക് പോവുകയാണ്. സഭയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അനേകരിത അവർക്ക് കൊണ്ടുവരാൻ കഴിയുന്ന സാധനങ്ങളുമായി ആലയത്തിലേക്ക് വരികയാണ്. ചിലവർ വസ്ത്രം കൊണ്ടുവരുന്നുണ്ട്, ചിലവർ പശുവിനെയും അതേപോലെ തന്നെ ആടിനെ കൊണ്ടുവരുന്നവരുണ്ട്, ചിലവർ മുട്ട കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ പലവരും കൊണ്ടുവരുമ്പോൾ അവരെല്ലാം അതിശയോക്തിയോടെ തായിരമ്മയും മുത്തയ്യയും നോക്കുകയാണ്. അവർ കളിയാക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ഈ ചാക്കിനകത്ത് എന്താണ് മുത്തയ്യ? തായിരമ്മ ഇത് കളിമണ്ണാണോ അതോ തവിടാണോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്രയും വലിയ ചാക്ക് കെട്ട് കിട്ടിയെന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്ന സമയത്ത് അവർ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അനേകർ കൊണ്ടുവന്ന ഓരോ ഐറ്റങ്ങളും സഭയിൽ ആ ദൈവദാസന്മാരുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അറിയാം, ആ ദൈവദാസന്മാർ കണ്ണു നിറഞ്ഞു, അതിനെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹിക്കുന്നതിൻ്റെ അവസാന മിനിറ്റിൽ തായിരമ്മയുടെ ഭർത്താവായി മുത്തയ്യ ആ ദൈവദാസന്മാരോട് ചോദിച്ചു, എനിക്ക് 1 മിനിറ്റ് ഒന്ന് സാക്ഷ്യം പറയാൻ മൈക്ക് തരുമോ എന്ന് ചോദിച്ചു. ആ മൈക്ക് മേടിച്ചിട്ട് താൻ പറഞ്ഞു, ഇന്ന് ഈ സഭയിൽ കൂടി നിൽക്കുന്ന പലരും ഞാൻ കൊണ്ടുവന്ന ചാക്ക് കെട്ട് കണ്ടിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെ നോക്കിയിട്ടൊന്ന് പറയാം, ആ ചാക്ക് കെട്ടിൽ ഇരിക്കുന്നത് എൻ്റെ ഭാര്യയുടെ ജീവനാണ്. എന്നെ കേൾക്കുന്നവരെ, ഇതാ മുത്തയ്യ അത് പറയുന്ന സമയത്ത് സഭ മുഴുവൻ എഴുന്നേറ്റ് കരയുവാൻ തുടങ്ങി. ആ ദൈവദാസന്മാർ ആശ്ചര്യപ്പെട്ടു. അവൾ കഴിഞ്ഞ 1 വർഷമായി ആഹാരം കഴിക്കാതെ അവളുടെ ജീവിതത്തിനകത്ത് സ്വരുക്കൂട്ടിയ ആ അരിയാണ് ഇന്ന് ഈ ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള ദൈവദാസന്മാരിലേക്ക് കൈമാറുന്നത്. നിങ്ങൾക്കറിയാമോ, ആ സഭ മുഴുവൻ ആവേശമായി തീർന്നു. അവർ മുഴുവൻ തായിരമ്മയെ നോക്കിയപ്പോൾ അവൾക്ക് ബലമില്ലാതെ നിൽക്കുകയാണ്. എല്ലാവരും അവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്നവരെ, ആ ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന മിനിസ്ട്രി ചെയ്യുന്ന ആ ദൈവദാസന്മാർ ആ സഭയിൽ കൊണ്ടുവന്ന മുഴുവൻ സാധനവും എടുത്ത് ആ പട്ടണത്തിന്റെ നടുവിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ച് ലേലം വിളിക്കുമ്പോൾ ആ ദൈവദാസന്മാർ ഈ അരിയും ചാക്കിനെ നോക്കി വ്യക്തമായി പറഞ്ഞു, ഒരു സ്ത്രീ വില കൊടുത്ത് അവരുടെ ജീവനാണ് ഇന്ന് ഈ ലേലം വിളിക്കുന്നത്. കഴിഞ്ഞ 1 വർഷം ആഹാരം കഴിക്കാതെ അവർ ശേഷിപ്പിച്ച അരിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ലേലം വിളിക്കുന്നത്. വലിയ തുകയ്ക്ക് അത് വിറ്റുപോകാൻ ഇടയായി തീർന്നു. ആ സമയത്തുള്ള ബൈബിൾ ട്രാൻസ്ലേഷന് വേണ്ടിയുള്ള എല്ലാ ആവശ്യമായ തുകയും അതിനകത്തുനിന്ന് വെളിപ്പെട്ടു വന്നു. എന്നെ കേൾക്കുന്നവരെ, ഒരു തായിരമ്മയുടെ വിലയാണ് അന്ന് ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യാനായിട്ടുള്ള പൈസ ആയി വെളിപ്പെട്ടതെങ്കിൽ ആ കുടുംബം കൊടുത്ത വില സ്വർഗം കണ്ടു. ഹല്ലേലൂയ. ആ ദൈവദാസന്മാർ അത് പിന്നെയും ഓർക്കുകയും പറയുകയും ചെയ്തു. അങ്ങനെ ആ കാലഘട്ടത്തിൽ ആ ദൈവസഭ അത് ഏറ്റെടുത്തു, ദൈവദാസന്മാർ അത് ഏറ്റെടുത്തു. എന്നെ കേൾക്കുന്നവരെ, അത് പിന്നത്തതിൽ പിടിയരിയായി നമ്മുടെ സമൂഹത്തിൽ വെളിപ്പെട്ടത്. പെന്തിക്കോസ് മേഖലയിൽ ഇന്ന് ദൈവദാസന്മാർ ജീവിക്കുന്നതിനകത്ത് ആ ജനങ്ങളുടെ ടൈത്ത് അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ദശാംശത്തിലാണ് ദൈവദാസന്മാരും കുടുംബവും ജീവിക്കുന്നത്. ഒരു സ്ത്രീ കൊടുത്ത വിലയാണ് ഇതാ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ സഭകളിൽ പിടിയരിയായി അറിയപ്പെടുന്നത്. അനേകരുടെ ആഹാരത്തിൽ ഒരംശം ആ ദൈവദാസന്മാർക്കും കുടുംബത്തിനും കൊടുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, യേശു കർത്താവ് വേഷത്തിൽ മനുഷ്യനായി താഴെ ഭൂമിയിലേക്ക് വന്നു. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ കൊടുത്ത വിലയാണ് മാനവകുലത്തിന്റെ വീണ്ടെടുപ്പായി തീരുന്നത്. അങ്ങനെ വില കൊടുക്കുന്ന ഒരാളെ പോലും ദൈവം കൈവിടത്തില്ല. അവരെല്ലാം ഉയർത്താതെ സ്വർഗം മാറത്തില്ല. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് സുവിശേഷത്തിന് വില കൊടുക്കാൻ തയ്യാറാകണം. കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ കാരണം 1 പൈസ പോലും മുടക്കില്ലാതെ എനിക്ക് കമ്പനിയുടെ ചെലവിൽ തന്നെ ആഫ്രിക്കയിലോട്ട് പോകാൻ പറ്റി 1 വർഷം മുമ്പ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ 1 വർഷത്തിന് ശേഷമാണ് ഇപ്പം നാട്ടിൽ വന്നേക്കുന്നത്. ഞാൻ പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും ത്യാഗങ്ങളും സഹിച്ചാണ് നമ്മളിപ്പോൾ ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. ഏകദേശം ഒരു 3 വർഷം മുമ്പ് നമ്മളൊരു
വലിയൊരു വഞ്ചനയിൽപ്പെട്ട് നമ്മൾ ഒരുപാട് തകർന്നിരിക്കുന്നൊരവസ്ഥയിലാണ്. ഞാനും ഒരുപാട് അച്ഛനും എന്താ പറയുക, ഞങ്ങൾ നല്ല ദൈവത്തിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാ സമയത്തും. അപ്പോൾ നമ്മൾ ഇതുപോലെ 3 വർഷം മുമ്പ് വിദേശത്ത് പോകാനായിട്ടൊരു ചാൻസിന് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊരു ഏജൻസിയിൽ കുറച്ച് ഏകദേശം ഒരു 15 ലക്ഷം രൂപയോളം നമ്മൾ കൊടുത്ത് നമ്മൾ പറ്റിക്കപ്പെട്ടു. ഇപ്പോൾ പറ്റിക്കപ്പെട്ട അവസ്ഥയിൽ നമുക്ക് പോകാൻ ഒരു നിവൃത്തിയില്ല, ഒന്നിനും ഒരു അവസ്ഥയില്ലായിരുന്നു. അതായത് നമ്മുടെ കയ്യിൽ എടുക്കാൻ 1 രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിൽ ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ കാരണം ഒരു പൈസ പോലും മുടക്കില്ലാതെ എനിക്ക് കമ്പനിയുടെ ചെലവിൽ തന്നെ ആഫ്രിക്കയിലോട്ട് പോകാൻ പറ്റി 1 വർഷം മുമ്പ്. എൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും ഇറങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് ഡ്രസ്സ് മേടിക്കാനായിട്ട് എൻ്റെ തന്നെ ഒരു അച്ചാച്ചനുണ്ടായിരുന്നു. അത് പുള്ളിക്കാരൻ ഇപ്പം ന്യൂസിലൻഡിലാണ്, ഇപ്പം ഓസ്ട്രേലിയയിലാണ്. പുള്ളിക്കാരൻ എനിക്ക് വേണ്ടിയുള്ളതെല്ലാം സ്പോൺസർ ചെയ്തു. ദൈവത്തിൻ്റെ ഒരു കൃപ കാരണം ഒരു പൈസ പോലും മുടക്കില്ലാതെ എനിക്ക് ആഫ്രിക്കയിൽ എത്താൻ പറ്റി. എനിക്ക് അവിടെ വളരെ സന്തോഷമാണ്. അവിടെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഞാൻ നേരിടുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 20-22 ദിവസമായി. ഇനി 9 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അച്ചാച്ചിക്ക് ഭയങ്കര നിർബന്ധം വന്നു, ഉറപ്പായിട്ട് ഇവിടെ വന്ന് കാണണം, ഇവിടെ പോസ്റ്ററെ വന്ന് കാണണം. എൻ്റെ ഈ സൗഖ്യം, എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു അനുഭവം, ഈ ഒരു സാക്ഷ്യം എനിക്കിവിടെ പറയണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ നഷ്ടം ഉണ്ടായിട്ടും എൻ്റെ കൂടെ ഒന്നാമത് എൻ്റെ കർത്താവ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ പാരൻസ്. ഞാൻ എപ്പോഴും ഏത് സമയത്തും ഞാൻ എൻ്റെ പാരൻസിനെ കുറിച്ച് പ്രൗഡാണ്. എൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ ധൈര്യം. അവരുള്ളതുകൊണ്ടാണ്, ദൈവവും അവരും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ നിലയിൽ നിൽക്കുന്നത്. ആമേൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, എന്നെ കാണുന്ന ഓരോ മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു അത്ഭുതം, വലിയൊരു നിറവ് ഇവരിൽ സംഭവിക്കട്ടെ. ആ 1000 കൊടുത്ത വില പോലെ ഇന്ന് പലവരും സമർപ്പിക്കട്ടെ. സുവിശേഷം ഇവരിലൂടെ വ്യാപിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കട്ടെ. ഇവർ സൗഖ്യമാകട്ടെ, ഇവർ എഴുന്നേൽക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശവും പ്രാർത്ഥനയും നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കണം. വേഗത്തിൽ തന്നെ ഈ കാണുന്ന നമ്പറുകൾ വിളിക്കുകയും ഒരുമിച്ച് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണണം. വലിയ ദൈവപ്രവർത്തികൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുമിക്കുകയാണ്. നിങ്ങൾ സുവിശേഷത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വിളിക്കണം, മറ്റുള്ളവരിലേക്ക് നിങ്ങളത് അറിയിക്കണം. ഈ മെസ്സേജ് നിങ്ങൾക്ക് മിസ്സാകുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ പാസ്റ്റർ റോയ് ഹെൻറി എന്ന് നിങ്ങൾ യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ ഈ മെസ്സേജുകൾ യൂട്യൂബിൽ അപ്ലോഡ് ആകുന്നുണ്ട്. നിങ്ങളും അത് ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. God bless you. Amen.